നമുക്കെല്ലാവരും കാണിച്ചു കൊടുക്കണം റോഹ. എന്ത് കാണിച്ചു കൊടുക്കുക? നമ്മൾ നന്നായിട്ട് ജീവിച്ചു. അത് കാണിച്ചു കൊടുക്കണം. പിന്നെ നീ ഇടിപിടി എന്ന് പറഞ്ഞ ഇപ്പൊ ജോലിക്കൊന്നും പോകണ്ട. നീ ഇപ്പൊ പോകുന്ന പോലെ തന്നെ ഓഡീഷൻസ് ഒക്കെ കൊടുക്കുക. എന്നിട്ടൊരു സൂപ്പർ സ്റ്റാറാ. ഞാൻ നിന്നെ അതുവരെ നോക്കോളാം. സൂപ്പർ സ്റ്റാർ ആയിട്ട് വേണം അമ്മേനൊന്ന് പോയി കാണാൻ. വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിരിക്കുന്നു. BPL എന്ന് വെച്ചല്ലേ നിന്റെ വീട്ടുകാരൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. കുറെ പറഞ്ഞു. കാണിച്ചു കൊടുക്കണം. എന്നിട്ട് നമുക്കൊരു കുഞ്ഞു വീട് വെക്കാം. എന്നിട്ട് നമുക്കൊരു കുഞ്ഞി കാല്. അയ്യോ കുഞ്ഞു വേണ്ട. വേണോ? അത് വേണ്ട. നമുക്ക് അതിന് മുന്നേ ഒരു കുഞ്ഞു പട്ടിനെ ഒരു കുഞ്ഞു കുട്ടിയാണോ? അതൊന്നും വേണ്ട. എനിക്കൊരു കുട്ടിയുടെ വാത്സല്യം വേണോ? മനുഷ്യ ഫോണിന്റെ ചാർജർ കുത്താൻ പറ്റില്ല എനിക്ക്. അപ്പോഴേ പറഞ്ഞ വലിയൊരു ബെഡ് വാങ്ങാന്ന്. ഇത് കയ്യും കിട്ടാൻ പറ്റില്ല. മാറാം. വീക്കെൻഡ് ഒക്കെ ട്രിപ്പ് ഒക്കെ പോണേ. പിന്നെ നമ്മുടെ ഈ ചെറിയ ചെറിയ മൊമെന്റ്സ് ഒക്കെ ഇല്ലേ, ഇന്നത്തെ നമ്മുടെ പ്രപ്പോസലിന്റെ, ഇന്നത്തെ ഫസ്റ്റ് നൈറ്റ്, ആനിവേഴ്സറി, ബർത്ത്ഡേ, ഇതൊക്കെ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം. നമ്മളുണ്ട് മാത്രം മതി. വേറെ ആരും വരാനുമില്ല. നീ എന്നോട് വഴക്കൊന്നും ഉണ്ടാവാറില്ല. പിന്നെ എങ്ങാനും വഴക്കിട്ട അന്ന് തന്നെ സോൾവ് ചെയ്യണം. എന്നിട്ട് കിടന്നുറങ്ങാവുള്ളൂ. എന്നാ പിന്നെ ഉറങ്ങാം. ലൈറ്റ് ഓഫ് ചെയ്യണ്ടേ? ലൈറ്റ് ഓഫ് ചെയ്യണോ? വേണ്ട റോഹ, എനിക്ക് പേടിയാ. എനിക്ക് പേടിയാ. ഒരു മുത്തം തരാൻ പാടില്ല എന്നൊന്നും. എന്നാ പിന്നെ ഉറങ്ങാം. ലൈറ്റ് ഓഫ് ചെയ്യാം. ലൈറ്റ് ഒന്നും ഓഫ് ആക്കാൻ നിൽക്കണ്ട. പിന്നെ ഈ ബെഡ്ഷീറ്റും ബെഡും ഒക്കെ ഞാൻ വാങ്ങിയതാ. അതിന്റെ അവകാശം പറഞ്ഞു. എച്ചിത്തരത്തിനെ ഒരു 6 രൂപ ഉണ്ടെങ്കിൽ നീക്കണ്. പിന്നെ നീ വാങ്ങിച്ചു എന്ന് പറഞ്ഞ ഈ ബെഡ് അത് എയർലോന്നല്ലോ. ഞാൻ കാശ് കൊടുത്ത് മാറ്റാൻ എന്റെ കട്ടിലാണ്. ചവിട്ടോട്ടി കണ്ടില്ല. തപ്പട്ട പോയി കിടക്കും. കാണണോ നിനക്ക്? കാണണോ? കാണണോ? അയ്യോ ആരാ? ഇവിടുന്നായിരുന്നു അന്നെ. അന്നെ അന്നെ മഹീന്ദ്ര ജീപ്പ് പോലെ ഉണ്ടല്ലോ. ഇത് ഇന്ന് തന്നെ ഹൈ റേഞ്ച് കയറും തോന്നുന്നു.